മലയാളികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിൽ പോകുന്നത്. അല്പസമയം മുമ്പ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയും മറ്റുമായി കഴിയുകയായിരുന്നു. അപ്പോഴും പല വേദികളിലും മലയാളി അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പഴയ രൂപത്തിൽ നിന്ന് ഒരുപാട് രൂപമാറ്റം സംഭവിച്ച ഒരു ശ്രീനിവാസനെയാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം മലയാളി കണ്ടത്. മലയാളിയെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു ചിത്രവും കാഴ്ചയും ഒക്കെ ആയിരുന്നു അത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ അവസരങ്ങളിൽ പോലും, ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹം കൈവിടാതെ കൊണ്ടു നടന്നിരുന്ന ആ നർമ്മബോധവും ആ ശൈലിയും ഒക്കെ മലയാളിക്ക് നൽകിയിരുന്നത് ഒരുപാട് ആശ്വാസമാണ്. ഈ ഒരു അവസ്ഥയിലും, ഈ രോഗാതുരനായിരിക്കുന്ന ഈ അവസ്ഥയിലും അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ജീവിതത്തെ അഭിമുഖീകരിക്കുന്നല്ലോ എന്നത് മലയാളികളെ ഒക്കെ സന്തോഷിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു ശ്രീനിവാസൻ ജനിച്ചത്. അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ പടിയത്തുണ്ണി, അമ്മ ലക്ഷ്മി. കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ, മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീനിവാസൻ വിദ്യാഭ്യാസത്തിനു ശേഷം ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയത്തിൽ ഡിപ്ലോമയും നേടി. ചെന്നൈയിലെ പഠനകാലത്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും ശ്രീനിവാസനും സഹപാഠികളായിരുന്നു. പക്ഷേ ശ്രീനിവാസൻ ഈ അടുത്ത കാലത്ത് സിനിമകളെക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിലപാടുകളിലായിരുന്നു. പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. 48 വർഷം നീണ്ട സിനിമാ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അന്ത്യം 69ാമത്തെ വയസ്സിൽ 200ഓളം സിനിമകളിലാണ് അദ്ദേഹം വേഷമിട്ടത്. സിനിമയിൽ നർമ്മത്തിനൊരു പുതുഭാവം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നർമ്മം ഓരോ നർമ്മവും മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തതാണ്. PA ബക്കറിന്റെ മണിമുഴക്കമായിരുന്നു ആദ്യ സിനിമ. ഓടരുതമ്മ വാളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിനാണ് ആദ്യമായി തിരക്കഥ എഴുതിയത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിരുന്നു. 8 ചിത്രങ്ങളിൽ പല നടന്മാർക്ക് ശബ്ദം നൽകി. മമ്മൂട്ടി ശ്രദ്ധേയ വേഷത്തിലെത്തിയ ആദ്യ ചിത്രം KG ജോർജിന്റെ മേളയിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത് ശ്രീനിവാസനാണ്. ശ്രീധരൻ ചമ്പാടിന്റെ മേളയുടെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്നതിലും ശ്രീനിവാസൻ പങ്കാളിയായി. മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമായ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലെ 2 വരി ഡയലോഗ് ഡബ് ചെയ്തത് അദ്ദേഹമാണ്. മലയാളത്തിലെ മികച്ച ആക്ഷേപഹാസ്യ ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയ ശ്യാമള എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. ആദ്യമായി സംവിധാനം ചെയ്ത വടക്കുനോക്കി യന്ത്രത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. കഥ പറയുമ്പോൾ തകരച്ചെണ്ട, ഉദയനാണ് താരം, ചിന്താവിഷ്ടയ ശ്യാമള, മഴയത്തു മുൻപേ സന്ദേശം, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ചിന്താവിഷ്ടയ ശ്യാമളയ്ക്ക് 1998 മികച്ച സാമൂഹിക ക്ഷേമത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും കൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം നിരവധി ശത്രുക്കളെ സമ്പാദിച്ചോ എന്ന് പോലും നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കൂടെ സഹപ്രവർത്തകരായിരുന്ന മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം പല തുറന്നു പറച്ചിലുകളും നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വതസിദ്ധമായ ശൈലി വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ആ ഒരു നർമ്മബോധം വെച്ച് നോക്കുമ്പോൾ പലരും ശ്രീനിവാസനെ പ്രിയപ്പെട്ടവരായി കരുതുന്ന പലരും അതിനൊക്കെ ആ പ്രാധാന്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം അത്രത്തോളം ഈ ചലച്ചിത്ര രംഗത്ത് എല്ലാവരോടും വളരെയധികം സമ്മതനായ ഒരു വ്യക്തി തന്നെയാണ്. ഒരവസരത്തിൽ പിണറായിയെക്കുറിച്ചും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് താൻ ആദ്യമായി പിണറായിയെ കാണുന്നതെന്നും ആദ്യം കണ്ടപ്പോൾ മുതൽ ആ ബന്ധം തുടർന്നുവെന്നും പക്ഷേ അധികാരം എല്ലാവരെയും ദുഷിപ്പിക്കുന്നു എന്ന വാക്കുകളും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. അധികാരം കിട്ടുന്നതുവരെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ ഭാഷയിൽ സംസാരിക്കുമെന്നും പാവപ്പെട്ടവരെ ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നും, എന്നാൽ അധികാരത്തിൽ വന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ യഥാർത്ഥ തനിനിറം കാണിക്കുമെന്നും ഒക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും ഇതുപോലുള്ള നിരവധി നിലപാടുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്തായാലും ദാസനും വിജയനും എന്ന കഥാപാത്രങ്ങളിലൂടെ മോഹൻലാലും ശ്രീനിവാസനും മലയാളികളെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും കുറച്ചൊന്നുമല്ല. അതുപോലെ നിരവധി അവരുടെ ആ ഒരു കോംബോ മലയാളി ആസ്വദിച്ച ഒരു കോംബോ തന്നെയാണ്. എന്തായാലും ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ മലയാളിക്ക് നഷ്ടമാകുന്നത്, മലയാളിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു നടനെയും അത്രയേറെ കഴിവുകളുള്ള ഒരു സംവിധായകനെയും ഒക്കെയാണ്. ശ്രീനിവാസന് ആദരാഞ്ജലികൾ.